നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞത് ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? മുസ്ലിം അല്ലാന്ന് ഉറപ്പാണല്ലോ. ആരാ രാജീവ് ഗാന്ധിനെ കൊന്നത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ കൊല്ലുന്നതിൽ ഒരൊറ്റ മുസൽമാനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും പറയുന്നു മുസൽമാൻ രാജ്യത്തിന് ഭീഷണിയാണ്. ഞങ്ങൾക്ക് പശുവിനെ ആരാധിക്കാൻ പാടില്ല, പക്ഷെ പശുവിനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിന്റെ മൂക്കത്ത് ഒരു തീപ്പെട്ടി കൊള്ളികൊണ്ട് ഞങ്ങൾ കുത്തിയിട്ടില്ല ഇന്ന് വരെ. നെഞ്ചുറപ്പോടുകൂടിയാ പറയുന്നത്. ഹൈറ്റും വെയിറ്റും ഒന്നുമില്ല, കുറവാ, 53 കിലോ, വയസ്സും 53. മനസ്സിലായോ? ഒരു തീപ്പെട്ടി കൊള്ളികൊണ്ട് പശുവിനെ ആരാധിച്ച ഒരു ഹിന്ദുവിനെ മുസ്ലിം ഉപദ്രവിച്ചു എന്ന് തെളിയിക്ക്. സാധ്യമേ അല്ല, ഇല്ല. എന്നാ പശു നിങ്ങൾ ആരാധിക്കുന്നു, എന്നിട്ട് നിങ്ങളെ പശു ആരാധനന്റെ പേരിൽ കൊല്ലപ്പെട്ടത് 30 മുസ്ലിമാ. അപ്പൊ കുഴപ്പമായിരിക്ക? യേശുവിനെ ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ യേശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞൊരു മുസ്ലിം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ മാനവ ചരിത്രത്തിലില്ല. എന്താ അങ്ങനെ? അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഇസ്ലാമിന്റെ ഒരു ആദർശമുണ്ട്, സത്യ വളച്ചുകെട്ടില്ലാത്തൊരാദർശം. ആ ആദർശം അനുസരിച്ച് ഓന് ജീവിക്കാം, മറ്റുള്ളവരെ ആ ആദർശത്തിൽ എത്തണം എന്ന് ഓൻ ആഗ്രഹിക്കാം, നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ മദ്യപിക്കാറില്ല, എന്റെ ഭാസ്കരൻ മദ്യപിക്കരുത് എനിക്ക് ആഗ്രഹിക്കാം. സുബൈർ എന്റെ മുത്താപ്പന്റെ മോനാന്ന് വിചാരിക്കുക, ഓ മദ്യപിക്കാതിരിക്കാൻ എനിക്ക് ആഗ്രഹിക്കാം, നിർബന്ധിക്കാൻ പറ്റില്ല. എന്റെ ആഗ്രഹം അതാ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പുകവലിച്ചിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പശുവിനെ ആരാധിച്ചിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഖബറാരാധന നടത്തിയിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ മഹാചക്രവർത്തി, ലോകത്തിന് നീതിയുടെ കാവലാളായി തീർന്ന പ്രവാചക തിരുമേനി, ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും വിളിച്ചാരാധിച്ചിട്ടില്ല. എന്റെ ആഗ്രഹം ഭാസ്കരേട്ടനും അത് ചെയ്യരുത് എന്നാണ്. ആഗ്രഹിക്കാം, പറയാം, പറയണം. അതാണ് ഭരണഘടന, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എനിക്ക്, ആ മതം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം. ഹിന്ദു മതത്തിൽ നിന്നൊന്നും എനിക്ക് കടമെടുക്കാൻ ഭരണഘടന എന്നെ നിർബന്ധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മോഡറേറ്ററാ ഭരണഘടന. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ഹിന്ദുവിന് അവന്റെ മതാചാരത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ, ഇസ്ലാമിന്റെ ഒരാചാരവും അനുവർത്തിക്കാതെ അവൻ ജീവിച്ചാൽ അവനെ കുറ്റപ്പെടുത്താൻ ഒരു മുസൽമാന് വകുപ്പില്ലാത്ത രാജ്യം, അതാണ് ഇന്ത്യ. ഇനി എങ്ങനെയാ ക്ലാരിറ്റി വരുത്തേണ്ടത്? ഒന്നുകൂടി, എന്റെ വിശ്വാസം, എന്റെ ആചാരം തീർന്നില്ല, എന്റെ വിശ്വാസം നിങ്ങളോട് പറയാൻ ഈ ഭരണഘടന എനിക്ക് അനുവാദം നൽകുന്നു. ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 25. എത്ര വ്യക്തമാണ്! എന്റെ ആശയം പറയാം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ എന്താ പറയണേ? ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. എന്താ കാരണം? ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്, നന്മയും തിന്മയും വേർതിരിഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള മൂള, തലച്ചോറ്, ബുദ്ധി, ഹൃദയം ഓന് നൽകി. അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്ക്. ഒരു ഡോക്ടർ മരുന്ന് എഴുതി, ഏതെങ്കിലും ഒരു ഡോക്ടർ രോഗിനെ അവിടെ പിടിച്ചു കിടത്തി വായങ്ങനെ തുറന്ന് ഗുളിക അവന്റെ ഉള്ളോട്ടിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് ചീറ്റി കുടിപ്പിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഡോക്ടർക്ക് എഴുതാൻ അവകാശമുണ്ട്. കുടിക്കണോ കുടിക്കണ്ടേ അത് രോഗി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് രോഗിയുടെ ഭാഗത്തുള്ളതാണ്. ഡോക്ടറുടെ ഭാഗം എന്താ? രോഗം നിർണയിക്കുക, ആ രോഗത്തിന് അനുയോജ്യമായി കണ്ടെത്തിയ മെഡിസിൻ നിർദ്ദേശിക്കുക. ഒന്നുകൂടിയുണ്ട്, ഇത് കുടിച്ചാൽ ഇന്ന ഗുണം, ഇത് കുടിച്ചില്ലെങ്കിൽ ഇന്ന ദോഷം, അത് പറയാം. അത് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാവോ? ഡോക്ടർ കുറ്റക്കാരനാവോ? ഡോക്ടറെ ഇരുന്ന് മരുന്ന് ഒരാൾക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് ഡോക്ടർ കുറ്റക്കാരനാവോ? സുഹൃത്തുക്കളെ, ഇല്ല. അപ്പൊ മതപ്രബോധനം കുറ്റകരമല്ല. മതപ്രബോധനം വേണ്ട, നീ എടുക്കണ്ട, സ്വീകരിക്കണ്ട. ഒരു ഉസ്താദിന് മുജാഹിദ് ബാലുശ്ശേരി എന്ന എന്റെ പ്രസംഗം ഇഷ്ടല്ലേ? വേണ്ടെന്നേ, പൊയ്ക്കോളൂ വീട്ടിലോട്ട്. ആരും എവിടെയും പിടിച്ചിർത്തൂലാരെയും ഇല്ലെന്നേ, ആരെയും പിടിച്ചിർത്തില്ല. അങ്ങനെ നിർത്താൻ വകുപ്പില്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ. നന്ദിയുള്ളവനായിട്ടും ജീവിക്കാം, നന്ദികേട് കാണിച്ചുകൊണ്ടും നിനക്ക് ജീവിക്കാം. ഖുർആന്റെ 76-ാം അധ്യായം 3-ാമത്തെ വചന, അൻത തുക്രിഹുന്നാസ്. കേട്ടോളി, എല്ലാരും കേട്ടോളി, എല്ലാരും. അൻത തുക്രിഹുന്നാസ്, നീ ജനങ്ങളെ നിർബന്ധിക്കുകയോ? മുഹമ്മദേ, ഇങ്ങനെ റഹ്മാനായ റബ്ബ്, ഈ കാണുന്ന ചന്ദ്രന്റെ നാഥൻ,
കോടിക്കണക്കായ നക്ഷത്രങ്ങളുടെ നാഥൻ, ഈ സൂര്യന്റെ ചൂട് നമുക്ക് നൽകി നമ്മെ പരീക്ഷിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ നാഥൻ, അളവറ്റ ദയാപരനായ നാഥൻ, കരുണാമയനായ നാഥൻ, സൂര്യനെ സൃഷ്ടിച്ച നാഥൻ, ചന്ദ്രന്റെ നിലാവലകളെ പടച്ച നാഥൻ, കാർമേഘങ്ങളെ ഘനീവിപ്പിച്ച നാഥൻ, മഴക്കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്നവൻ, എന്നിട്ട് ചെടികളെ മുളപ്പിച്ചവൻ, അതിൽ നിന്ന് ഫ്രൂട്ട് ഉൽപ്പാദിപ്പിച്ചവൻ, വൈനബം വഖലുബം വസൈതൂനം വനഖ്ല വഹദായിക ഉൽബ വഫാകിയത്തും വഅബ്ബ മതാഅൻ ലക്കും വലിഅൻആമിക്കും. ജന്തുലോകത്തിന് കഴിക്കാനും മൃഗങ്ങൾക്ക് കഴിക്കാനുമുള്ള മാംസങ്ങളെയും പച്ചിലകളെയും ഫ്രൂട്ടുകളെയും എല്ലാം സംവിധാനിച്ച ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, സിഖുകാരന്റെ, പാഴ്സിയുടെ, പാശ്ചാത്യന്റെ, പൗരസ്ത്യന്റെ, അതുപോലെ ഇവിടെയുള്ള ജാതി ഏതാകട്ടെ, ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എക്സെട്ര എക്സെട്ര 60 അവാന്തര ജാതികൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത എന്ന മഹത്തായ നിർഭയത്വത്തിന്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ജനങ്ങൾ അറിയണം, അതവരെ അറിയിക്കുക. അതാണ് നമ്മുടെ ബാധ്യത. ഓ മുഹമ്മദേ, ലസ്ത അലൈഹിം ബിമുസൈതിർ. അധികാരം ചെലുത്തണ്ട, എത്തിച്ചു കൊടുത്താൽ മതി. ഒരു പോലീസുകാരനെ കിട്ടി, ഞാൻ സംസാരിക്കാറുണ്ട്. ട്രെയിനിൽ ഒരു TTRനെ കിട്ടി, ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്ക് ഏത് യാത്രക്കാരെ കിട്ടിയില്ല എന്തെങ്കിലും ഒരു പോയിന്റ്, ഒരു വിവരം, എന്താ എന്റെ സന്ദേശം, എന്റെ ബാധ്യതയാണത്. ആ ബാധ്യത നിർവഹണമാണ് മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മഹാസംഘടന ഇവിടെ നിർവഹിക്കുന്നത്. വേറൊന്നുമില്ല, ഇത് പറയൽ ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം പഠിച്ചോ ഞങ്ങളോട് ചോദിക്കും, ഇത് അറിഞ്ഞല്ലോ, അറിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, മനോഹരമായ ഒരു ബിൽഡിംഗ്, അതിഗംഭീരമായ ഡിസൈനിങ്, അസാമാന്യമായ കലാവൈഭവം, കണ്ണഞ്ചിപ്പിക്കുന്ന കൗതുക നിർമ്മിതി, ഇതെല്ലാം കണ്ടാല് നമ്മൾ ചോദിക്കുക, ആരുടാടാ ഈ ബിൽഡിങ്? അതേ, പ്രവാസ ലോകത്ത് ജീവിച്ച ജോർജിന്റെ വീടാണ്. അതിന്റെ എഞ്ചിനീയർ ആരാ? കൗതുകാണ്. അതിന്റെ എഞ്ചിനീയർ ആരാ? എന്നാളാ. ആ എഞ്ചിനീയറെ കൊണ്ട് നമ്മുടെ ടൗണിൽ ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യിപ്പിക്കാൻ നാം കൊതിക്കില്ലേ? കൊതിക്കും. ആ കെട്ടിടം കണ്ടാൽ ഈ കെട്ടിടം താനേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ ഞെളിഞ്ഞ് ഇൻസൈഡും നൽകി മീശയും താടിയും പഠിച്ച് ഒരു തുണിസഞ്ചിയും തൂക്കി ഞാൻ യുക്തിവാദിയാന്ന് പറഞ്ഞാലോ? ജിപ്പോയി പണിയൊക്കെ ചെക്ക എനിക്ക് വട്ടാന്ന് പറയല്ലാതെ ഓന് ബുദ്ധിയും കഥയുണ്ട് എന്ന് തലച്ചോറുള്ള ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുവോ? പറ. ഒരു അതിമനോഹരമായ ബ്രിഡ്ജുൽ അറബ് കണ്ടിട്ട്, താജ്മഹൽ കണ്ടിട്ട്, ആ താജ്മഹൽ ചുറ്റും നടന്നിട്ട് അതിന് ആശ്ചര്യം പൂണ്ടിട്ട്, അതിൽ അത്ഭുതം കണ്ടിട്ട്, ആ അത്ഭുതത്തിന് പിന്നിൽ ആരാ ഈ താജ്? എവിടെയാ? നമ്മൾ ആദ്യം ചോദിക്കും, താജ്മഹൽ എവിടെയാ? ഏത് നാട്ടിലെ? ആഗ്രയിൽ എവിടെയാ? അതെവിടെയാ? അത് ഏത് നാട്ടിലെ, ഏത് രാജ്യത്തിലാ? അവിടോട്ട് എങ്ങനെയാ പോവല്? അങ്ങനെ ഒക്കെ അന്വേഷിച്ച് നമ്മൾ അവിടെ എത്തി. വിവിധ ആംഗിളുകളിൽ നിന്ന് വീഡിയോ പകർത്തി, ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്ത്, ഞാൻ ഇപ്പൊ താജ്മഹൽ. സ്വാഭാവികമായും തലച്ചോറുള്ള ഒരുത്തൻ ചോദിക്കില്ലേ, ഈ താജ്മഹൽ ആരാ പണി കഴിപ്പിച്ചത്? ആരുടെ കരവിരുതാണ്? അതൊന്നുമില്ല, താജ്മഹൽ താനേ ഉണ്ടായതാ എന്ന് പറഞ്ഞാലോ? സുഖല്യ, മെഡിസിന്റെ ചെറിയൊരു കുറവുണ്ട് എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾക്കൊക്കെ മെഡിസിന്റെ കുറവുണ്ട് എന്നർത്ഥം. മെഡിസിൻ കഴിക്കേണ്ട ഒരു വർഗമാണ് യുക്തിവാദികൾ. അത് തലച്ചോറ് ലെവലാകണം, മെഡിസിൻ ആവണം. എന്താ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം, ഈ മോണിറ്റർ എവിടെയായിരുന്നു? ഞാൻ അങ്ങോട്ട് എടുപ്പിച്ചു വെപ്പിച്ചാ. പിന്നെ ഇനി ചെറിയൊരു ചെരിവുണ്ടായിരുന്നു, ആ ചെരിവ് ഞാൻ നിർത്തതാ. താനെ മുജാഹിദ് ബാലുശ്ശേരി സ്റ്റേജിൽ കയറുമ്പോൾ താനെ ഉണ്ടായതല്ല അത്. അനാ ബുദ്ധി എന്ന് പറയാ. അത് താനെ വന്ന് വീണ അല്ല എന്ന് പറയുന്ന ബുദ്ധി. അതാണ് ബുദ്ധിയെങ്കിൽ ഒരു മുട്ടുസൂചി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് യുക്തിവാദിയുടെ സസിൽ പറയേണ്ടത് ഇത് താനെ ഉണ്ടായതാണ്. സമ്മതിക്കോ? ആ യുക്തിവാദി സമ്മതിക്കോ? അവിടെ ഇരിക്കുന്ന സി രവിചന്ദ്രനെ യുക്തിവാദി ഇത് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള യുക്തിരഹിതവാദികളെ അംഗീകരിച്ചു കൊടുക്കുവോ? ഇല്ല. എന്താ അംഗീകരിക്കാത്ത? അതിന് 5-6 ഘടകങ്ങൾ വേണം. ഫാക്ടറി വേണം, നിർമ്മിക്കാനുള്ള മെത്തേഡ് വേണം, വൈദ്യുതി വേണം, തൊഴിലാളികൾ വേണം, അതിനെ ഉണ്ടാക്കുന്ന നിർമ്മിതിയുടെ വസ്തുക്കളെല്ലാം വേണം. അപ്പോഴാണ് ഒരു മുട്ടുസൂചി രൂപകൽപ്പന ചെയ്യുക. ആണല്ലേ? 15 കോടി കിലോമീറ്റർ അകലെയാ സൂര്യൻ. 250 കിലോമീറ്റർ വേഗതയിലാ സെക്കൻഡിൽ കറങ്ങണേ. അവിടുന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ പതിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് ഒരു പ്രകാശം സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. Am I right? എങ്കിൽ ഈ സൂര്യൻ, ഞാൻ എപ്പോഴും വിചാരിക്കും, ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ ടിക്കറ്റിൽ 7:30, വന്നത് 7:50, പുറപ്പെട്ടത് 8:05. ടൈം റെഡിയാണോ? ടൈം 7:30. എപ്പോഴാണ് എടുത്തത്? 8 മണിക്ക് ശേഷം. എൻ്റെ അരമണിക്കൂർ എനിക്ക് ആര് തിരിച്ചു തരും? തിരിച്ചു തരുമോ? ഞാൻ ചോദിക്കുന്ന ഇവിടെ എല്ലാവരോടും, എന്നെ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരോടും, ലൈവ് കേൾക്കുന്നവരോടും, സൂര്യൻ 6:10 ഉദിക്കാൻ നമ്മുടെ കലണ്ടറിൽ നോക്കുക. 6:10
6:09 ഉദിക്കൂല, 6:11 ഉദിക്കാതിരിക്കില്ല, 6:10 ഷാർപ്പ് പോകുന്നു. എന്ത് കാരണം? ഈ കൃത്യതയുടെ പിന്നിൽ ആരുല്ലേ? വന്ദേ ഭാരത് അല്പം കറക്റ്റ് പോകുന്ന ഒരു ട്രെയിനല്ലേ? അതും കറക്റ്റ് ആണോ? 8 മിനിറ്റ് 9 മിനിറ്റ് ലേറ്റ് ആയിട്ടാ ഇന്നോളം ഞാൻ കയറിയ എല്ലാ ഘട്ടത്തിലും 9 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തുക. ഷാർബത്തുവോ? എന്താ മനുഷ്യനാ കൺട്രോൾ ചെയ്യുന്നത്? എന്നാ വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥം, ആ ഗ്രന്ഥം പറയുന്ന വശംസു തജ്രീ മുസ്തഖറില്ലാഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. വിശുദ്ധ ഖുർആന്റെ സൂറത്ത് യാസീൻ നേരത്തെ ഇവിടെ ഷർഫി പറഞ്ഞു. സൂറത്ത് യാസീനിലെ 13 മുതലുള്ള വാചകങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ചോദിക്കുന്നത്, സൂര്യൻ അതൊരു കണക്കനുസരിച്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ അതിന്റെ പദമേഖലകളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാ രാവും പകലുണ്ടാവണ്. അതിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അത് ശ്രീരാമനല്ല. അതാണ് വിഷയം. അപ്പൊ അത് ശ്രീരാമനല്ല, അപ്പൊ മുഹമ്മദ് നബി അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈസാ നബിയാണോ? അല്ല. ശ്രീകൃഷ്ണനാണോ? അല്ല. മാതാമൃതാനന്ദമയാണോ? അല്ല. മുത്തുപേട്ട നാഗൂർ അജ്മീർ ശൈഖന്മാരാണോ? അല്ല. എന്തുകൊണ്ട്? അത് പറയേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ശ്രീരാമൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പുത്രകാമേട്ട് യാഗം നടത്തി ശിങ്കമുനി പായസാന്നം നൽകി. കൈകൈ കൗസല്യ സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിക്കുന്നു. ശ്രീരാമൻ ജനിക്കുമ്പോൾ രാവുണ്ടോ? ഉണ്ട്. ശ്രീരാമൻ ജനിക്കുന്നതിന്റെ തലേ ദിവസം രാവുണ്ടോ? ഉണ്ട്. മനുഷ്യരുണ്ടോ? ഉണ്ട്. കാരണം ശ്രീരാമന്റെ അച്ഛനാ ദശരഥ മഹാരാജാവ്. കൈകൈ കൗസല്യ സുമിത്ര അവർ മുമ്പേ ഉള്ളവരാണ്. അവർക്ക് നാസാരന്തരല്ലായിരുന്നോ? ഉണ്ട്. അവർ വായു ശ്വസിച്ചിട്ടില്ലേ? ഉണ്ട്. അവർക്ക് മൂത്രിക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഉണ്ട്. അവർക്ക് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. അവർ ശ്വസിച്ചിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ അവരെ ശ്വസിപ്പിച്ച ശക്തിയാരാ? അവരെ വെള്ളം കുടിപ്പിച്ച ശക്തിയാരാ? നോക്ക് മോനെ, ഈ പ്രദേശത്തിന്റെ പ്രസംഗം കേൾക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിന്റെ ഈ സമ്മേളനത്തിൽ അനുഗ്രഹീതമായി വരാൻ സൗഭാഗ്യം ലഭിച്ചവരോട് ഞാൻ ചോദിക്കുന്നു, ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ചിട്ടുള്ള ആളാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദേവകി 1, 2, 3, 4, 5, 6, 7 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി 8ാമത്തെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. എങ്കിൽ എങ്ങനെ ശ്രീകൃഷ്ണൻ ഇവരുടെ ദൈവാവും? ചിന്തിക്ക്. തലച്ചോറ് വെറുതെ തന്നല്ലോ. തലച്ചോറ് IAS IPS മാത്രമല്ല, തലച്ചോറ് അത് വർക്കും കൂടെ ചെയ്യണം. IAS കിട്ടാൻ അത് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് കോമൺസ്, അതിൽ ഫോക്കസ് ചെയ്താൽ മതി. പഠിക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്കിലേക്ക് നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മതി. നിനക്ക് തലച്ചോറില്ലെങ്കിൽ പോലും പഠിക്കാൻ പറ്റും. പക്ഷേ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിക്കും, ഈ ആകാശം എന്താ, ഈ ഭൂമി എന്താ, എൻ്റെ വിരൽക്കൊടി എന്താ, എൻ്റെ ശരീരം എന്താ, എൻ്റെ ഓക്സിജൻ എന്താ, ഞാൻ എന്തുകൊണ്ടാണ് നിലക്കുന്നത്, എൻ്റെ പാൻക്രിയാസ് എന്താ, എൻ്റെ സെറിബെല്ലം എന്താ. കാരണം 78 സ്ഥലത്ത് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചൊരു ഗ്രന്ഥമാണ് ഞാൻ വായിക്കുന്നത്. 17 സ്ഥലത്ത് ഉലായിക്കഹും ഉലുൽ അൽബാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഞങ്ങൾ വായിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങൾ എല്ലാവരും വായിക്കുന്നു എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഉസ്താദുമാർ പോലും വായിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഖുർആൻ പഠിക്കരുത് എന്ന് പുസ്തകം എഴുതിയ ആളുകളാണ് അവർ. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, അത് എഴുതിയ ആളെ പേര് പറയാനാണ്, അയാളെ നിന്ദിക്കാനൊന്നുമല്ല. EK ഹസൻ മുസ്ലിയാർ, കേരളത്തിലൊരു ഉസ്താദ്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആനിന്റെ കണ്ടന്റ്, ഉള്ളടക്കം ഇന്നതാണെന്ന് മലയാളികളെ അറിയിക്കാൻ പാടില്ല, അത് തടുക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പടച്ചോനൊരു ദൈവിക ഗ്രന്ഥം ഇറക്കുക, എന്നിട്ട് ആ ഗ്രന്ഥം മനുഷ്യന്റെ ജീവിതത്തിന്റെ മാർഗരേഖയാക്കുക, എന്നിട്ടൊരു ഉസ്താദ് പുസ്തകം എഴുതുക. എന്ത് പറഞ്ഞിട്ട്? പഠിക്കണ്ടട്ടോ, അർത്ഥം അറിയണ്ടട്ടോ, അർത്ഥം അറിഞ്ഞാൽ പഴച്ചു പോകുന്നു. പിന്നെ എന്തിനേത് ഇറക്കിയത്? ജർമ്മനിയിൽ നിന്ന് ഒരു മരുന്ന് ഇറക്കി, ക്യാൻസർ മാറുന്നു 100% ഉറപ്പ്. പക്ഷേ മരുന്ന് വാങ്ങാം, പട്ടുപൊതിയാം. ചിന്തിക്കണേ, തലച്ചോറുള്ളവർ ചിന്തിക്കണേ. പട്ടുപൊതിയാം, മട്ടുപ്പാവിൽ വെക്കാം. ക്യാൻസർ രോഗി അതിന്റെ താഴെ കട്ടിൽ കിടക്കുന്നുണ്ട്. കൊടുക്കരുത്. മനസ്സിലാവുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? ഈ കേൾവിക്കാർക്ക് മനസ്സിലാവണുണ്ടോ? ദൈവം ഒരു ഗ്രന്ഥം ഇറക്കുക, എന്നിട്ട് ദൈവം പറയുക എന്ത്? ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. ഏതിൽ നിന്ന്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്.
തോന്നിയാസത്തിൽ നിന്ന് നന്മയിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ബഹുദൈവത്വത്തിൽ നിന്ന് ഏകദൈവത്വത്തിലേക്ക്, നിർഭയത്വത്തിന്റെ സന്ദേശത്തിലേക്ക്, ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകുന്ന ആശയത്തിലേക്ക്, പെണ്ണിനെ മാനിക്കുന്ന ആദർശത്തിലേക്ക്, ജീവനോടെ കുഴിച്ചു മൂടാൻ പാടില്ല കുഞ്ഞുങ്ങളെ എന്ന് പഠിപ്പിക്കുന്ന തത്വത്തിലേക്ക്, അയൽവാസി പട്ടിണി കിടക്കാൻ നിങ്ങൾ കാരണം പാടില്ലെന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം പഠിക്കാൻ പാടില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ചത് തൊപ്പിയും താടിയും വെച്ച ഉസ്താദുമാരാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോയിന്റ് ഇവിടെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യുന്നു. ശരിക്കും ചോദിച്ചോ, ഈ ഭൂമി ഇപ്പോൾ ഇവിടെ ഉണ്ട്. 830-840 കോടി മനുഷ്യരെന്ന് ഭൂമിയിലുണ്ട്. ശരിയല്ലേ? ആണ്. മനുഷ്യനില്ലാത്ത കാലം അന്ന് ഭൂമിയില്ലേ? ഉണ്ട്. അമ്പലമില്ലാത്ത കാലം, ശങ്കൊലില്ലാത്ത കാലം, വഴിപാടുകളും ആന എഴുന്നള്ളത്തും അമ്പാരികളും ഇല്ലാത്ത കാലം, കരിയും മരുന്നുമില്ലാത്ത കാലം. സമ്മതിച്ചോ? കാരണം ഇതൊക്കെ ഉണ്ടായത് മനുഷ്യനേശ. സിംഹത്തിന് അമ്പലല്ല, പൂച്ചക്ക് അമ്പലല്ല, പെരുമ്പാവിന് പോലും അമ്പലല്ല. നമ്മുടെ വിശ്വാസ ഒന്നും അറിയാത്ത ആളുകളാണ്. പാമ്പ് അള്ളാനെ ആരാധിക്കുന്ന സൃഷ്ടിയാണ്. പശു അള്ളാനെ മാത്രം ആരാധിക്കുന്ന സൃഷ്ടിയാണ്. ആട് അള്ളാനെ മാത്രം ആരാധിക്കുന്ന സൃഷ്ടിയാണ്. അക്കാണുന്ന ചന്ദ്രനില്ലേ, അവൻ ആരാധിക്കുന്നത് പ്രപഞ്ചനാഥനെയാണ്. അതിനെ സൃഷ്ടിച്ചൊരു തമ്പുരാനില്ലേ, ആ തമ്പുരാനെ കീഴ്പ്പെട്ടുകൊണ്ടാണ് അത് അനുസരണം കാണിക്കുന്നത്, അനുസരണ കേട് കാണിക്കാത്തത്. കുറച്ച് ഉയർന്ന ചിന്തയാ, ലോക്കൽ ചിന്തയല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം ആകണോ നല്ല ബുദ്ധി വേണം, നല്ല ബുദ്ധി വേണം. അതുണ്ടെങ്കിലും മാത്രമേ അതാകാൻ കഴിയൂ. അതൊരു ചങ്കുറപ്പിന്റെ വിശ്വാസമാണ്. നാളിതുവരെ കൊണ്ടു നടന്ന പലതും വിവരക്കേടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് കയ്യൊയ്യാനുള്ള തൻ്റെ ഇടം, അസാമാന്യമായ ഒരു തൻ്റെ ഇടമാണത്. അതെന്താ കാരണം? അവൻ തിരിച്ചറിയാണ്. നോക്കൂ, നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുക. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, നോക്കൂ, ആഴികള്, അവിടെയൊക്കെ ചെടികള്, കാക്ക, നമ്മളെക്കാൾ മുമ്പുള്ളൊരു സൃഷ്ടി. കാക്ക എന്ന് പറയുന്ന കാക്കല്ലേ, നമ്മളെക്കാൾ മുമ്പുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ ബാല, ഒറ്റ ചോദ്യമേ ഉള്ളൂ ബഷീർ ഉസ്താദേ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഉത്ഭൂതമാകുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ആരാ? ഉസ്താദ് പറയാണ്, 35 കൊല്ലം മുമ്പ് 1991 മരിച്ച ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യനാണ് എന്ന് വലിയ ഉസ്താദ് പറയാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, അന്ന് ഇതിനെ ആരെ നിയന്ത്രിച്ച്? ന്യായമല്ലേ? സിമ്പിളല്ലേ? ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, യേശുവല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, പിന്നെ ആരാ? ഞങ്ങളിവിടെ നിങ്ങൾ കണ്ടോ നിർഭയത്വം തൗഹീദിലൂടെ. എന്താ തൗഹീദ്? ഏകത്വം. ആരുടെ? ഒറ്റ ദൈവം. ഏകം സത് ബഹുദാ വിപ്ര വദന്തി യോ ദേവാ നാം നാമദ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃപാതൃ പ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. എത്ര സുന്ദരമായ ത്വമേകം. ഏകം 33 കോടി എന്നല്ല, ത്വമേകം ഏകൻ, ത്വമേകം ശരണ്യം. ശരണ്യങ്ങൾ, ശരണം വിളി, ശരണം വിളിക്കുക. ആരെ? ഏകനായ 33 കോടിനല്ല. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്താറുകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താറുകളും അല്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജിന്നുകളും മലക്കുകളും അല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ബീവിമാരും മുനിമാരും ദേവിമാരുമല്ല. പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നരേന്ദ്രമോദിയുടെ പടച്ചോൻ. നിങ്ങൾക്ക് കഴിയോ? ഞാനൊക്കെ എന്റെ കൽബിലെന്താ, ആ ലോകത്തിലെ ഏറ്റവും നീചനായ അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലേ, മാനവ ചരിത്രം കണ്ടതിൽ വെച്ച് 1000 ഹിറ്റ്ലറിനേക്കാൾ ക്രൂരനായ നെതന്യാഹു എന്ന നീചനായ 2 കാലിൽ നിൽക്കുന്ന ഇരുകാലി, നാക്കാലി എന്ന് വിളിച്ചാൽ അങ്ങനെ ഒരു നാക്കാലി ലോകത്തില്ല. അവരുൾപ്പെടെയുള്ള അവരെ ഏതൊരു പടച്ചോനാണോ ആ പടച്ചോൻ തന്നെ എന്നെയും സൃഷ്ടിച്ച്. ക്ഷേത്രത്തിലെ പൂജാരിയെ അയാളുടെ അവയവങ്ങൾ ഏതൊരു പടച്ചോനാണോ നൽകിയത്. ഇതൊരു വല്ലാത്ത ചങ്കുറപ്പാ. സ്വാമി ചിദാനന്ദപുരിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. പള്ളിയിലച്ഛന് ഇവിടെ എവിടെയെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി. ഒരു പള്ളിയിലച്ഛൻ ഇവിടെ കയറി വന്നിട്ട് യേശുവിൻ്റെ മുമ്പ് കന്യാമറിയത്തിനെ സൃഷ്ടിച്ച, കന്യാമറിയ മുമ്പ് ആദമിനെ സൃഷ്ടിച്ച
ആദമുണ്ടാകുന്നതിന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമുണ്ട്, അവനെ ആരാധിക്കണം. പള്ളിയിലച്ഛൻ്റെ ജോലി നാളെ പോയി. അപ്പൊ പറയൂ, ആർക്കാ നിർഭയത്വം? ആർക്കാ നിർഭയത്വം? ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല പടച്ചോൻ വിചാരിച്ചാലല്ലാതെ എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ്റെ നിർഭയത്വം എന്താ നിങ്ങൾ വിചാരിക്കണം? പല ആളുകളും ചോദിക്കും, മുസ്ലിങ്ങൾക്ക് എന്താ പത്ര ചങ്കുറപ്പ്? ഫലസ്തീനിലെ കുട്ടി, 3 വയസ്സിൻ്റെ കുട്ടി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ക്ഷമിക്കണം കേട്ടോ. ഫലസ്തീനിലെ 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ തൻ്റെ ഇടത്തിലേക്ക് 300 കോടി ഇന്ത്യക്കാരൻ്റെ തൻ്റെ ഇടവും വെച്ചാൽ 3 വയസ്സുകാരൻ്റെ തൻ്റെ ഇടം തൂങ്ങും. എന്താ കാരണം? 3 കോടി ഇന്ത്യക്കാരൻ്റെ, അതായത് 30 വയസ്സുള്ള 3 കോടി യങ് ഇന്ത്യക്കാരൻ്റെ മനക്കരുത്തും ഒരു ഫലസ്തീനി 3 വയസ്സുള്ള കുട്ടിയുടെ മനക്കരുത്തും തുലാസിൽ വെച്ചാൽ ആ കുട്ടി ടോപ്പായിരിക്കും. അധികപ്പെട്ടേക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തെളിയിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സമാധാനമുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനുണ്ടോ? ഉണ്ടോ? ചൊവ്വാദോഷം, ശനിദശ, ശകുനപ്പിഴ, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു. നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത് വിശ്വസിക്കുന്ന അന്ധവിശ്വാസി. അവന് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? കറുത്ത പൂച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി പേഴ്സ് എടുക്കാൻ മറന്നു, ഓൻ തിരിച്ചു നടക്കുവോ? നടക്കുവോ? ഇഷ്ടമില്ലാത്ത ഒരാള് നമ്മളെ മുറിച്ചു കിടന്നാൽ ശകുനം, അപശകുനം ഇല്ലേ? അങ്ങനെയല്ലേ? ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം കരിമ്പൂച്ചല്ല, കറുത്ത സിംഹണ്ടല്ലോ, കരിമ്പുലി, അതിങ്ങനെ പോയാലും ഞങ്ങൾ കൊണ്ടെടുത്തേ പോകും. എന്താ കാരണം? എന്താ കാരണം? അങ്ങനത്തെ ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ആശയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരാശയത്തെ, ലോകം മുഴുവനും കേൾക്കേണ്ട ഒരാശയത്തെ, ആ ആശയത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്.